ഇപ്പൊ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനായിട്ട് രമേശ് ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും രമേശ് ചേട്ടൻ ഇതിൽ എനിക്കൊരു പങ്കുമില്ലാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കപ്പല് മുതലാളി പക്ഷെ കപ്പല് ഞാൻ നിർത്തി പോലെ അമ്പൊന്നും അല്ല. ഞങ്ങക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങൾ അതിനു വേണ്ടി ഇൻഫ്ലുവൻസ് ഉള്ള പിഷാരടി സാറാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് ഉള്ളു, പടമില്ല. ഇവന് ഒരുപാട് പടമുണ്ട്, ഇൻഫ്ലുവൻസ് ഇല്ല. ഞാൻ പണ്ട് ടിവിയുടെ എപ്പിസോഡ് ചെയ്യുന്ന പോലെ ഇവൻ പടം ചേട്ടാ, നമ്മളിപ്പോ രേഖാചിത്രത്തിന്റെ സക്സസ് മീറ്റിലെ ജഗദീഷ് കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ട്. അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ്, വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞ നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെമ്മീനിലൊക്കെ നോക്കി. ഒക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർ ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒരു പ്രഷർ ഇറങ്ങിക്കഴിയുമ്പോൾ ബാധ്യത ആവാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. അപ്പം അത് പഠിച്ച് ആ പാടുള്ള പ്രോസസ്സ് പഠിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ വല്ലവന്റെ കാശിന് പഠിക്കാൻ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.